ഇപ്പോൾ വരുന്നൊരു വാർത്തയിലേക്കാണ്. കാസർഗോഡ് അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് യുവാവ് മരിച്ചു. ചട്ടഞ്ചാൽ സ്വദേശി എം മണികണ്ഠനാണ് മരിച്ചത്. കണ്ണൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. അർച്ചന രവീന്ദ്രൻ ചേരുന്നു. അർച്ചന, എന്താണ് വിവരങ്ങൾ? എപ്പോഴാണ് രോഗം സ്ഥിരീകരിച്ചത്? വിനീത, ഇന്ന് വൈകുന്നേരമാണ് സംഭവം ഉണ്ടായത്. അമീബിക് മസ്തിഷ്കം ബാധിച്ചാണ് യുവാവ് കണ്ണൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ ഇരിക്കെയാണ് മരിച്ചത്. ചട്ടഞ്ചാൽ ഉക്രംപാടിയിലെ പി കുമാരൻ നായരുടെ മകൻ എം മണികണ്ഠൻ 38 വയസ്സാണ് മരിച്ചത്. കഴിഞ്ഞ 2 ആഴ്ചയോളമായി കാസർഗോഡ് ഗവൺമെന്റ് ജനറൽ ആശുപത്രിയിലും അതുപോലെ തന്നെ കണ്ണൂർ സ്വകാര്യ ആശുപത്രിയിലുമായി യുവാവ് ചികിത്സയിലായിരുന്നു. മുംബൈയിലെ സഹോദരനോടൊപ്പം കടയിൽ ജോലി ചെയ്ത് വരികയായിരുന്നു മണികണ്ഠൻ. തുടർന്ന് പനിയും വിറയലും ബാധിച്ചതിനെ തുടർന്നാണ് എത്താനുള്ള സാഹചര്യം ഉണ്ടായത്. അന്ന് മുതൽ തന്നെ കാസർഗോഡ് ഗവൺമെന്റ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. അതിനുശേഷം അസുഖം ഭേദമാകാത്തതിനെ തുടർന്നാണ് കണ്ണൂരെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു. തുടർന്ന് 6 ദിവസത്തിന് ശേഷമാണ് അദ്ദേഹം അവിടെ നിന്നും മരിക്കാനിടയായത്. അവിടെ നടത്തിയ പരിശോധനയിലാണ് രോഗം തിരിച്ചറിയാനുള്ള ഒരു സാഹചര്യവും ഉണ്ടായത്. എന്നാലും ചികിത്സയിൽ ഇരിക്കെയാണ് ഇത്തരത്തിലൊരു മരണവും സംഭവിച്ചത്. എന്തായാലും ഇന്ന് വൈകുന്നേരമാണ് സംഭവം. സംസ്കാര പരിപാടികളൊക്കെ നാളെ തന്നെയായിരിക്കും ഉണ്ടാവുക. എന്തായാലും കണ്ണൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ വെച്ചാണ് ഇത്തരത്തിലൊരു പരിശോധനയിലാണ് അദ്ദേഹത്തിന് അമീബിക് മസ്തിഷ്ക ജ്വരമാണെന്നുള്ള കണ്ടെത്തലുകൾ ഉണ്ടായിരിക്കുന്നതും. ഇനി വരും ദിവസങ്ങളിൽ കൂടുതൽ പരിശോധന ഉണ്ടായേക്കുമെന്ന വിവരം കൂടെ നമുക്ക് ലഭിക്കും.